അപകടകരമായ യുദ്ധമുഖങ്ങളിലൊന്നായി പശ്ചിമേഷ്യ വീണ്ടും മാറുന്നു. അമേരിക്ക ഇറാൻ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ആക്രമണം ശക്തമാക്കി. വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റിനിലെയും കുവൈത്തിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഏപ്രിലിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ധാരണ ഇപ്പോൾ അർത്ഥശൂന്യമായി. ഐക്യരാഷ്ട്രസഭ പൂർണ്ണ യുദ്ധത്തിൻ്റെ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുമോ? ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ഭീഷണി ഉയർന്നതോടെ ആഗോള എണ്ണ വിപണിയും ആശങ്കയിലാണ്. എണ്ണവില ഉയരാനുള്ള സാധ്യതയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പുതിയ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്ന ചർച്ചയും ഒക്കെ ഉയരുകയാണ്. ഇന്ത്യക്ക് എന്ത് സംഭവിക്കും? എണ്ണവില പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് ആകുമോ? അതോ അതൊരു വെല്ലുവിളിയാകുമോ? പെട്രോൾ ഡീസൽ വിലവർധന ഇനി വീണ്ടും അനിവാര്യമാകുമോ? വിലക്കയറ്റം സാധാരണക്കാരൻ്റെ ജീവിതച്ചെലവ് കൂട്ടുമോ? രൂപയുടെ മൂല്യത്തിനും ഓഹരി വിപണിക്കും ഒക്കെ എന്ത് സംഭവിക്കും? പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണ്? അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ ഒരു പരിമിത സൈനിക സംഘർഷമായി അവസാനിക്കുമോ? അതോ ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? പശ്ചിമേഷ്യയിലെ തീ കാരണം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയും സാധാരണക്കാരൻ്റെ ജീവനും എത്രമാത്രം പൊള്ളലേൽക്കും? സ്വാഗതം പൊതുവേദിയിലേക്ക്. ഏതായാലും തുടരെ ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെ ഹോർമുസിൽ ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ ഏറ്റവും മുതിർന്ന അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി നമ്മുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാക്സൺ മീക്സിനെ വിളിച്ചു വരുത്തുകയും അവിടെ നമ്മുടെ ഏറ്റവും കടുത്ത ഭാഷയിൽ ഉള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കാരണം 3 ഇന്ത്യക്കാരാണ് ഈ ഒരു കപ്പലിൽ ആക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. സെറ്റിബില്ലോ എന്ന കപ്പൽ ആണ് ആക്രമിക്കപ്പെട്ടത്. അത് പലാവ് പതാകയേന്തിയ കപ്പലായിരുന്നു. ഈ കപ്പലിന് നേരെ ബുധനാഴ്ച ആക്രമണം ഉണ്ടായി. അതിനെ തുടർന്ന് 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഡെക്ക് കാഡറ്റ് ആദിത്യ ശർമ്മ, അതുപോലെ എഞ്ചിൻ ഫിറ്റർ ശിവാനന്ദ് ചൗരസ്യ തുടങ്ങിയ ആളുകൾക്കാണ് ഈ ദുരന്തം നേരിടേണ്ടി വന്നത്. ഏതായാലും ഇന്ത്യൻ സർക്കാർ ഇത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇത് എത്രമാത്രം ഗുരുതരമാണ് എന്ന കാര്യം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഷിയാസ് പോർട്ടിലുള്ള മറ്റൊരു കപ്പലിന് നേരെയും MT ജൽവീറിന് നേരെയും ആക്രമണമുണ്ടായി. ഒമാൻ നേവി ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനൊക്കെയുള്ള ശ്രമം തുടരുന്നു. ആ കപ്പലിൻ്റെ ദൃശ്യങ്ങൾ നമുക്കുണ്ട്. MT ജൽവീറിൻ്റെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ആ MT ജൽവീറിൽ ഉള്ള കപ്പലിൽ ഉള്ള ഇപ്പോൾ അഗ്നിബാധ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. MT ജൽവീറിൽ നിന്ന് ആളുകളെ മാറ്റുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അപ്പോൾ ആളുകളെ മാറ്റാൻ ഒമാൻ നാവികസേനയുടെ സഹായം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഹോർമുസ് കടലിടുക്കിൽ വലിയ തോതിലുള്ള സംഘർഷ സാധ്യത തന്നെ നിലനിൽക്കുന്നു. അത് പൂർണ്ണമായി അടച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് മറ്റൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് പെർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ മാസമാണ് ഇത്തരം ഒരു സമിതി വന്നത്. സ്വാഭാവികമായും ആ സമിതിയുടെ ഒരു പ്രഖ്യാപനമാണ്. ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിൽ അത് അടച്ചിടുകയാണ്. പ്രദീപ് എന്നോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് ചേരുന്നു. പ്രദീപ്, ലോകം ഒരു യുദ്ധ ഭീഷണിയിലാണ് എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി. ഇത് സമാധാനമായി പര്യവസാനിക്കും എന്ന് കരുതിയവർക്കെല്ലാം തെറ്റിയോ? നമസ്കാരം മനു. നമസ്കാരം. സമാധാനം വളരെ അകലെയാണ്. പിന്നെ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, ഈ അമേരിക്കയുടെ ആക്രമണത്തിൽ മരിച്ച 3 നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്റെ ആദരാഞ്ജലികളൊന്ന്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അമേരിക്കയുടെ അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിന്റെ തലയ്ക്ക് 2 ഇട്ട് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം.
നമ്മുടെ ഇന്ത്യക്കാരുടെ കപ്പലിൽ അടിച്ച അമേരിക്കൻ ഇനി ഏവനായാലും ലോകത്തിന് ആരായാലും അത് അവരുടെ എനിക്ക് തോന്നുന്ന ശ്രീലങ്കയുടെ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ട് 1-2 അതിന്റെ തലയ്ക്കും കൊണ്ട് തള്ളി കൊടുക്കുക. ബാക്കി ഒക്കെ നമ്മൾ അതേപോലെ ചെയ്താൽ മതി. അതെ, നമ്മൾ ഇത്രയും കാലം നോക്കൂ, ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ആയിട്ടുള്ളത് ഇന്ത്യക്കാണ്. ഈ അമേരിക്കയും അതേപോലെ തന്നെ ചില രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ലോകത്ത് നടത്തുന്ന ഈ ഒരു യുദ്ധം ശരിക്കും എനിക്ക് തോന്നുന്നു ഈ IRGCയും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ലോകത്തിന്റെ എക്കണോമി തകർക്കാൻ വേണ്ടി ആ ഒരു പ്ലാന്. മിസ്റ്റർ മനു, എന്റെ ഒരു നോളജില് അമേരിക്ക വിചാരിച്ചാൽ ഒരു 1 വീക്കിൽ യുദ്ധം നിർത്താൻ പറ്റും, അറിയോ? 1 വീക്കിൽ പറന്ന് ഇറാന്റെ മേലെ തട്ടാനുള്ള ആയുധം അവർ കുമിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരിഫ് ലോകത്തിനെ തകർക്കാൻ നോക്കി. അപ്പൊ ഇവിടുത്തെ കോൺഗ്രസും സെനറ്റും എല്ലാം ഇടപെട്ടത് കൊണ്ട് അതിലൊന്ന് സ്റ്റോപ്പായി. സോ അടുത്ത മാർഗമാണ് ഈ ഒരു മാർഗം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന്റെ എക്കണോമി തകരും. ലോകത്തിന്റെ എക്കണോമി തകരുന്നത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. വളരെ വിഷമത്തോടെ ഞാൻ പറയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. നിങ്ങളുടെ ഒരു കറസ്പോണ്ടന്റ് ഉണ്ടല്ലോ, ഐ തിങ്ക് ഞാൻ മറന്നു പുള്ളിക്കാരന്, ചോദിച്ചു നോക്കൂ. ഇവിടുത്തെ ഇന്ത്യക്കാരെല്ലാം അൺസാറ്റിസ്ഫൈഡ് ആണ്. ഒരാൾ മാനസികമായി ഒരു ഐക്യത്തിലല്ല ഈ ഒരു സമയത്തിൽ, വളരെ വിഷമത്തിലാണ് എല്ലാവരും. കാരണം അമേരിക്ക കാണിക്കുന്ന ലോകത്തെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അമേരിക്കയ്ക്ക് കുറെ അജണ്ടകളുണ്ട് ഇതിന്റെ പുറകെ. ലോകത്തിന്റെ സാമ്പത്തിക ശേഷി തകർക്കുക, അതിലൂടെ അമേരിക്ക സ്റ്റേബിളായി നിലനിൽക്കുക. എനിവേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ വലിയ തോതിലുള്ള ഒരു ആശങ്കയാണ് അവിടെ നമുക്ക് ഉയരുന്നത്. ഈ സെറ്റിബെല്ലോ എന്നത് 8ാമത്തെ കപ്പലാണ് അമേരിക്ക ആക്രമിക്കുന്നത്. ഹോർമുസ് ബ്ലോക്കേഡിൽ 8ാമത്തെ കപ്പലാണ് ഈ സെറ്റിബെല്ലോയിലാണ് 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായത്. അത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ ഇത് അമേരിക്ക തുടങ്ങിയത് ഏപ്രിൽ 13-നാണ് ഇത്തരം ഒരു ബ്ലോക്കേഡ് ആരംഭിച്ചത്. തുടർന്നാണ് ഇപ്പോൾ ഈ സെറ്റിബെല്ലോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ബുധനാഴ്ചയാണ് ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. അതിനെ തുടർന്നാണ് 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായത്. 42 ഹ്യൂമാനിറ്റേറിയൻ ഷിപ്പുകൾ അതുവഴി കടന്നുപോയിട്ടുണ്ട്. ഏതായാലും എനിക്ക് ചില നല്ല വാർത്തകൾ കൂടി ലഭിക്കുന്നുണ്ട്. 3 LNG ടാങ്കറുകൾ ഏഷ്യയിലേക്കുള്ള 3 LNG ടാങ്കറുകൾ ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടന്നിരിക്കുന്നു എന്ന് പറയുന്നു എന്ന വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഈ ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് LSCGയുടെയും കെപ്ലറിൻ്റെയും വിവരങ്ങൾ അനുസരിച്ച് 3 കപ്പലുകൾക്ക് ഈ മേഖല കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖത്തർ എനർജി കൺട്രോൾ ചെയ്യുന്ന ടാങ്കർ ലേബറിന്ത്, അതുപോലെ ലേബറിന്ത് ആൻഡ് റഷീദ എന്ന കപ്പലുകൾക്ക് ഇത് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേബറിന്ത് മാർച്ച് 32-നാണ് പാകിസ്ഥാനിലേക്ക് ആണ് ലോഡ് ചെയ്തത്. മെയ് 32-നാണ് മെയ് 22-നാണ് പാകിസ്ഥാനിലേക്കുള്ള കപ്പൽ മെയ് 22-നാണ് അതിലെ ഇന്ധനം നിറച്ചത്. റഷീദ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചത് ഫെബ്രുവരിയിലാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മാരിഗോൾഡ് എന്ന മറ്റൊരു കപ്പൽ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയാണ്. ആ ഓയിൽ കമ്പനിയുടെ ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് ഈ കപ്പലും ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇറാൻ മന്ത്രാലയം ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രി പറയുന്നത് ഇത് അമേരിക്കയുടെ ഒരു നിയമവിരുദ്ധവും ക്രിമിനൽ പരമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. ഏപ്രിൽ 8-ന് നിലവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ കരാർ ഇപ്പോൾ പൂർണ്ണമായും അർത്ഥശൂന്യമായിരിക്കുന്നു എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ഒരു നിലപാട് വയ്ക്കുന്നു. ഇറാന് മുകളിൽ സാങ്ഷൻസ് കൊണ്ടുവരണം എന്നാണ് അവരുടെ ആവശ്യം. ഇറാനെ നിലയ്ക്ക് നിർത്തുന്നതിന് ഭാഗമായി അമേരിക്കയോടൊപ്പം ചേരുന്നു ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അമേരിക്ക വ്യോമാക്രമണങ്ങൾ ഇറാനുമേൽ നടത്തുന്നു. ടെഹ്റാൻ അതിന് തിരിച്ചടികൾ നൽകുന്നു. കുവൈറ്റിലും ബഹ്റൈനിലും ജോർദാനിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇത് അമേരിക്കൻ ആക്രമണം അതിക്രൂരമാണ് എന്ന് വ്യക്തമാക്കുന്നു. അത്
തീർത്തും നിയമവിരുദ്ധമായ ആക്രമണമാണ് എന്ന് വ്യക്തമാക്കുന്നു. കുവൈറ്റ്, ബഹ്റിൻ, ജോർദൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ബഹ്റിൻ്റെ ഇൻറ്റീരിയർ മിനിസ്ട്രി പറയുന്നത് 11 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ ടോപ്പ് ജോയിൻറ്റ് മിലിറ്ററി കമാൻഡ് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. അത് ഈ മാസം പൂർണ്ണമായി അടച്ചിടുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ സെബാസ്റ്റ്യൻ, ഇത് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെ തുടരെ ആക്രമണം നടക്കുന്നു. ഇന്ത്യ ഇതിൽ കുറെ കൂടി കർശനമായ ശക്തമായ ഒരു നിലപാട് എടുക്കണമെന്ന ആവശ്യം ഉയർന്നു തുടങ്ങുന്നില്ലേ? ഹലോ യെസ് ഹലോ സാറേ. യെസ് സെബാസ്റ്റ്യൻ, കേൾക്കാമില്ലേ? അതെ, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കുവൈറ്റിലും ബഹ്റിനിലൊക്കെ പണിയെടുക്കാൻ പോയി പാവങ്ങൾ ഇതെന്ത് പഠിച്ചു? അമേരിക്ക ഇറാനെ അടിച്ചാൽ ഇറാൻ അമേരിക്ക അടിക്കണം. അല്ലാതെ നമ്മളെ ഒരാൾ ആക്രമിച്ച് നമ്മൾ നാട്ടുകാരെ മുഴുവൻ ആക്രമിക്കുന്നതാണോ അതിന്റെ മര്യാദ? യെസ്, അതാണ് വ്യക്തമാണ്. അപ്പോൾ ഏതായാലും സ്വാഭാവികമായ ഈ പശ്ചിമേഷ്യൻ സംഘർഷം സ്വാഭാവികമായ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. എണ്ണവില കുതിച്ചുയരുമോ എന്ന ആശങ്ക വീണ്ടും ഉയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയെ ഇത് അസ്ഥിരപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ ഉറപ്പാണ്. സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാനോട് ഈ മീഡിയേഷൻ എഫേർട്സ്, അതായത് ഈ ഇടനിലക്കാരായി നിന്നുകൊണ്ട് സമാധാനത്തിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കാൻ ഉള്ള പിന്തുണ നൽകാം എന്ന് പറയുന്നു. ഖത്തറും സമാധാന ശ്രമങ്ങൾക്കൊക്കെയുള്ള ചർച്ചകളിലാണ്. പക്ഷേ ഇത് ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. യുദ്ധം അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് അമേരിക്ക നിൽക്കുന്നു. പക്ഷേ സ്വാഭാവികമായി ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ LNG കാർഗോസുമായി വരുന്ന കപ്പലുകൾക്ക് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കഴിഞ്ഞു എന്ന 3 കപ്പലുകൾക്ക്, ഏഷ്യയിലേക്ക് വരുന്ന 3 കപ്പലുകൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്ന വിവരം ഒരല്പം ആശ്വാസം നൽകുന്നതാണ്. ഏതായാലും തിരിച്ചടി കൂടുതൽ കർശനമാകും എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി ഇത് വ്യക്തമാക്കുകയാണ്. ഏപ്രിൽ 8 നടന്ന ധാരണ, ഇനി വെടിനിർത്തലിലേക്ക് കടക്കാമെന്ന ധാരണ ഇനി അത് അർത്ഥശൂന്യമാണ് എന്ന നിലപാട് ഇറാൻ പറയുന്നു. ഗിരീഷ് എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ഗിരീഷ്, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നാണ്. ആ, അതായത് ഈ യുദ്ധം ആഗോളതലത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും പ്രതിസന്ധിയാകുന്ന പോലെ തന്നെ ഇന്ത്യക്കും പ്രതിസന്ധി തന്നെയാണ്. നിരവധി നമ്മളുടെ എല്ലാ ബിസിനസ്സുകൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എല്ലാവർക്കും ഇതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന, അതിന്റെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇത്. നമ്മുടെ എണ്ണ ഇറക്കുമതിയും മറ്റ് നമ്മുടെ കയറ്റിറക്കുമതിയായിട്ടുള്ള എല്ലാ സാധനങ്ങളെയും വിലവർദ്ധനവിനും നമ്മുടെ ഗ്യാസ്, വീട്ടിലെ നിത്യ ചെലവുകൾ വരെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ യുദ്ധം, പശ്ചിമേഷ്യൻ സംഘർഷം കൊണ്ടുപോകുന്നത്. ഇത് ഈ ഇറാനും അമേരിക്കയും മാത്രമല്ല ഇതിന് കാരണം. ഇതിന് ചുറ്റുഭാഗമുള്ള രാജ്യങ്ങൾ പോലും ഇതിന് കാരണക്കാരാണ്. അവരിതിന്റെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും തന്നെ ഇടപെടുന്നതായിട്ട് കാണാനില്ല. ഈ ഇടപെടുന്നവരൊക്കെ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്യുന്നതും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ലോക സമാധാനത്തിന് ഇനിയിപ്പോ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അതാണ് ഈ ഒരു സമാധാന ശ്രമത്തിന് എന്ത് സംഭാവന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകാൻ കഴിയും? മാത്രമല്ല, നമുക്കിങ്ങനെ ഇനി ഇത് എത്ര കാലം നിശബ്ദരായി ഇരിക്കാൻ കഴിയുമെന്ന ചോദ്യം ഒക്കെ ഉയരുകയാണ്. ഏതായാലും വളരെ നന്ദി ഗിരീഷ് അവിടെ നിന്ന് അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ ഖത്തറിൽ നിന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘം ഇറാനിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് വിജയിക്കും എന്നറിയില്ല. പക്ഷേ നയതന്ത്ര ശ്രമങ്ങൾ വ്യാപകമായി തുടരുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പാകിസ്ഥാനും പറയുന്നത് US ഇറാൻ ഈ സംഘർഷത്തിൽ ഒരു ഇടനിലക്കാരായുള്ള തങ്ങളുടെ ശ്രമവും ദൗത്യവും തുടരും എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഇത്ര നാളും അതിൻ്റെ ഭാഗമായി അത് വിജയിച്ചിട്ടില്ല എന്നതാണ് അതിലെ ഏറ്റവും ഖേദകരമായ കാര്യം. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് താഹിർ
താഹിർ അന്ത്രാബി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും പ്രതീക്ഷ നഷ്ടമായിട്ടില്ല, ഇപ്പോഴും ഈ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒരു നയതന്ത്ര ശ്രമത്തിനുള്ള നയതന്ത്ര തർക്ക പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഒപ്പം ഇറാൻ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനായി ഖത്തറും ഒമാനുമൊക്കെ അവരുടേതായ പങ്കുകൾ വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ US അറ്റാക്കുകൾ, ഓവർനൈറ്റ് അറ്റാക്കുകൾ ആണ് ടെഹ്റാൻ്റെ പല ഭാഗങ്ങളിലും ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ നിന്നുള്ള എമർജൻസി സർവീസിൻ്റെ വക്താക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സുപ്രധാനമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാനാകും എന്നതാണ് നമുക്ക് മുന്നിലെ ഒരു വലിയ വെല്ലുവിളി. ഇന്ധനവില ഏത് നിലയിലേക്ക് ഉയരും, ഇന്ധന ലഭ്യത എങ്ങനെ ഉണ്ടാകും എന്നതൊക്കെ ഒരു വിഷയമായി ഉയർന്നു. KG കുമാർ എന്നോടൊപ്പം ചേർന്ന് കൊട്ടാരക്കരയിൽ നിന്നാണ്. KG കുമാർ, സർക്കാരിന് വീണ്ടും എണ്ണവില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊരു പിടുത്തമില്ല. കാര്യം ഈ 8-ാം തീയതിയിലത്തെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഏതാണ്ട് കുറേശ്ശെ ഇതായിട്ട് രമ്യമായി പരിഹരിക്കപ്പെടും എന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, മാറ്റി മാറ്റി പറയുന്നു. അതുപോലെ തന്നെ കുറേയൊക്കെ ഈ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണമെന്ന് ഇറാനും ഒരു താല്പര്യമില്ല. അവർ ഇതൊരു ചാൻസ് ആക്കി നോക്കിയിട്ട് മറ്റ് ഈ സൗദി അറേബ്യ ഈ കുവൈറ്റ്, UAE ഇതേപോലുള്ള രാജ്യങ്ങളെ അവരെടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അവരുമായിട്ട് താരതമ്യമില്ലാത്ത രാജ്യങ്ങളെ ഈ ചാൻസ് നോക്കിയിട്ട് എയർപോർട്ടിലോട്ടൊക്കെ ഇടുക, നിരപരാധികളെ പിന്നെ മാർക്കറ്റിൽ തോറ്റ മമ്മിയോട് എന്ന് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലുള്ള പണിയാണ് ഇറാൻ കാണിക്കുന്നത്. ഈ ട്രംപും അതേപോലെ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പോഴേ ഈ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഇന്ത്യ മുൻകൈ എടുക്കണം എന്ന്. അപ്പൊ ഇന്ത്യ മുൻകൈ എടുക്കുന്ന മറ്റേതൊക്കെ താരതമ്യേന ചെറിയ ചെറിയ രാജ്യങ്ങളാണ് UAE, ഖത്തർ, ഇത് ഈ കുവൈറ്റ് എങ്കിലും അവരെല്ലാരും കൂടി ചേർന്നിട്ട് അവരും ഇതിന് മുൻകൈ എടുത്തൊരു അവർക്കാണല്ലോ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഇന്ത്യക്കാരെ ഇപ്പൊ തന്നെ ഇതിനകം തന്നെ എത്രയോ ആൾക്കാരെ ബാധിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഈ എണ്ണ വില തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ്. പക്ഷെ ഓൾമോസ്റ്റ് വഴി അല്ലാതെ മറ്റു മാർഗങ്ങളിൽ കൂടി നമ്മളിപ്പോ പല രീതിയിലും നോക്കുന്നുണ്ട്. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ എണ്ണ ഈ പെട്ടെന്ന് 1-2 മാസം കൊണ്ട് അത് ഇവിടെ എത്താനുള്ള ഒരു ഇതിൽ എത്തത്തില്ല. കാര്യം അതിനോട് സമയം പിടിക്കും. ഒന്ന് മൊത്തത്തിലൊരു ഇതായി വരാൻ സമയം പിടിക്കും. പക്ഷേ എന്നാൽ അതുകൊണ്ടാണ് ഇനി ഭാവിയിലും ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോർമോസ് വഴി അല്ലാത്ത മറ്റ് മാർഗങ്ങൾ കൂടി ഇപ്പം പലതും നോക്കുന്നുണ്ട്. അതെല്ലാം വരുന്നും ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും വലിയ രാജ്യമല്ലേ, നമ്മുടെ ഉപഭോഗം അനുസരിച്ച് ഉള്ള ഒരു ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതും കൂടി കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല നമ്മളിപ്പോ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം ഒന്ന് ലെവലായി വരാൻ കുറെ സമയം പിടിക്കും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഈ സമാധാന ശ്രമങ്ങൾ, സമാധാനത്തിനുള്ള ദൗത്യ സംഘങ്ങളൊക്കെ ലോകവ്യാപകമായി ഒരു കൂട്ടായ്മയോടുകൂടി ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നോടൊപ്പം നിരവധി ആളുകൾ യൂട്യൂബിൽ ചേരുന്നുണ്ട്. ജോയ് എന്നോടൊപ്പം ചേരുന്നു. ഗോമാതാജി നമസ്കാരം എന്ന് എന്നോട് പറയുന്നുണ്ട്. ശ്രീമതി സൗമ്യ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ലെറ്റസ് പ്രേ എന്നാണ് അവർ പറയുന്നത്. ഗുഡ് ഈവനിങ്, ലെറ്റസ് പ്രേ ഫോർ പീസ് നോട്ട് വാർ എന്ന് പറയുന്നു. ഇറാനിയൻ പീപ്പിൾ വോണ്ട്സ് ഫ്രീഡം ഫ്രം ദെയർ അൺഇലക്റ്റഡ് റൂൾ. USA ഹെൽപ്ഡ് ബിൽഡ് ജപ്പാൻ ആൻഡ് ജർമ്മനി ആഫ്റ്റർ വേൾഡ് വാർ II. സെയിം വേ USA വിൽ ബിൽഡ് ഇറാൻ ആൻഡ് ഗീവ് പവർ ടു ദി പെർഷ്യൻസ് എന്നാണ് ഗോമാതാജിയുടെ നിലപാട്. മനു, വേൾഡ് കപ്പ് തുടങ്ങാൻ പോവുകയാണ്, ഏത് ടീമാണ് മനുവിൻ്റെ ടീമെന്ന് എന്നോട് ഗൗതം ചോദിക്കുന്നു. ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ടീമിനെ പിന്താങ്ങാറില്ല. ഞാൻ കളി ഇങ്ങനെ ആസ്വദിക്കുക എല്ലാവരെ പോലും എന്നൊരു നിലപാടാണ്. പക്ഷേ എല്ലാ ആളുകളും എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ഈ ബ്രസീലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ അവരൊക്കെ ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കും. എൻ്റെ മകനാണെങ്കിൽ പോർച്ചുഗലിൻ്റെ ഒരു വലിയ ഫാനാണ്. അതുകൊണ്ട് പോർച്ചുഗൽ ഇത്തവണ കപ്പടിക്കും എന്നാണ് അവൻ്റെ നിലപാട്. അപ്പോൾ അങ്ങനെ അവരാരെങ്കിലുമൊക്കെ ജയിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ സന്തോഷമായിരിക്കുമ്പോഴാണല്ല നമ്മളും സന്തുഷ്ടരായിരിക്കുന്നത്. അപ്പം നമ്മുടെ കപ്പലുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം എന്നാണ് മുരളി എന്നോട് പറയുന്നത്. കിഷോർ കോന്നി
തോന്നി എന്നോടൊപ്പം ചേരുന്നു. സുനിൽകുമാറിന് എന്നോടൊപ്പമുണ്ട്. മുരളീധരൻ നായർ എൻ്റെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഉണ്ട്, നമുക്കൊപ്പം ഉണ്ട്. മോദിക്ക് എംസ്റ്റീൻ പനിയാണ്, ട്രംപിനോട് സംസാരിച്ചാൽ പനി കൂടുമെന്ന് ജയകുമാർ പരിഹസിക്കുന്നു. കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നന്ദകുമാർ പറയുന്നത് ഇന്ത്യ മാത്രമല്ല ലോകത്തെ തന്നെയാണിത് പ്രതിസന്ധിയിലാക്കുന്നതെന്ന് പറയുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുന്നു. എനിക്ക് സുഖമാണെന്ന് ചോദിക്കുന്നു. താങ്ക് യു സതി ബാബുരാജ്, അവിടെ സുഖമായി ഇവിടെ ഇരിക്കുന്നു. ഒപ്പം ഗ്ലാഡിയേറ്റർ പറയുന്നു ആക്രമിക്കപ്പെട്ട കപ്പലിൻ്റെ ഉടമസ്ഥൻ ഏത് രാജ്യക്കാരനാണ്? ഗനിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 കപ്പലുകൾ പലാവു കൊടിയുള്ള കപ്പലുകളായിരുന്നു. മൂന്നാമത്തത് കപ്പൽ ഈ MT ജൽവീർ ഇന്ത്യൻ കപ്പലല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺഫർമേഷൻ ആയിട്ടില്ല. ഗനിയ യുടെ കപ്പലാണോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഉണ്ട്. ഏതായാലും ഇത് ഗോളാന്തരം ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മുരളീധരൻ നായർ ഉണ്ട്. പൊതുവേദിയിൽ വന്നില്ലെങ്കിലും നിരന്തരം ഞാൻ പരിപാടി കാണും. മണിമലക്കെതിരെയുള്ള ഒരു പ്രയോഗമൊക്കെ നടന്നില്ല. എൻ്റെ ഗോളാന്തരം നമ്മൾ ഇവിടെ ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഈ പൊതുവേദിയുടെ ഇതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നില്ല. നമ്മളെല്ലാവരും സമാധാനത്തിന് വേണ്ടി കൂട്ടായി ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റെജി എന്നോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റെജി. യെസ്, ഇത് നമസ്കാരം. എന്തുണ്ട് ഈ പോക്ക്? അപകടകരമായ ഒരു ദിശയിലേക്കാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ത് പരിഹാരം ഉണ്ടാകും നമ്മുടെ കയ്യിൽ എന്നാണ് ശ്രീ റെജി കരുതുന്നത്? ഞാൻ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ട്രംപിന്റെ മുടി പോലല്ല മനുവിന്റെ മുടി, നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഭംഗിയായിട്ടുണ്ട്. കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന മനു, നമ്മുടെ ഈ ലോകരാഷ്ട്രങ്ങളിലെ ഈ കൊച്ചു കൊച്ചു കുട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയ നമ്മുടെ രാജ്യം, നമ്മുടെ ഇത്രയും വലിയ വിപുലമായ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കൊന്നും ഒന്നും ചെയ്യാനില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലജ്ജ തോന്നുന്നതാണ്. കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് നമ്മളൊന്ന് നിസ്സഹായാവസ്ഥ. ഈ ഉത്സവപ്പറമ്പിൽ വഴക്കുണ്ടാകുമ്പോൾ 2 കൈയും പാന്റിന്റെ പോക്കറ്റ് വെച്ച് നിൽക്കുന്നവനൊക്കെ നിന്നിട്ട് കാര്യമുണ്ടോ? രാജ്യത്തിന്റെ അന്തസ് കാണിക്കണ്ടേ? അതൊക്കെ വേണ്ടേ? ഭരണാധികാരികളൊക്കെ വെറുതെ ഇരുന്നപ്പോണ്ടോ? അതാണ് യുദ്ധത്തിന്റെ പേര് സാമ്പത്തിക നേട്ടം മാത്രമാണ് ഇവർക്ക് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ളത്. ഓക്കെ, താങ്ക് യു റെജി. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ശ്രീ റെജി വിളിച്ചത്. റെജിയുടെ അഭിപ്രായം അതാണ്. അപ്പോൾ ഷിബു എന്നോടൊപ്പം ചേരുന്നു. കണ്ണൂരിൽ കനത്ത മഴയുണ്ട് എന്ന് പറയുന്നു. പ്രമോദ് നാണു എനിക്ക് ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോളാന്തരത്തിൻ്റെ ചില കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് കുറേ കൂടി സഭ്യമായ രീതിയിലൊക്കെ ഒരു ഇടപെടൽ നടത്താം ഗോളാന്തരം. നമ്മളിപ്പോൾ വലിയ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ സമാധാനത്തിൻ്റെ ഒരു സന്ദേശം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലെ കമൻറ്റുകളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളോട് തല്ലുപിടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. ദേ പോയി ദാ വന്നു. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു വാർത്ത വരുന്നത് ചൈന മിഡിൽ ഈസ്റ്റിലെ ഈ മിലിറ്ററി ആക്ഷൻ നിർത്തണം എന്ന ഒരു ശക്തമായൊരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു. ചൈന ഇത് അടിയന്തരമായി ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന, അല്ലെങ്കിൽ മധ്യേഷ്യയിൽ നടക്കുന്ന, പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ആക്രമണം പൂർണ്ണമായി നിർത്തണം എന്ന ഒരു നിലപാട് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും, ഇറാനും അമേരിക്കയും ഒരേപോലെ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും ചർച്ചയുടെയും പാതയിലേക്ക് വരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വെടിനിർത്തൽ തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാങ് ആണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കുറേ കൂടി ശക്തമായി ആവശ്യപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇത് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങും എന്ന് ഏപ്രിലിൽ നമ്മൾ കരുതിയതാണ്. പക്ഷേ ജൂണാകുമ്പോൾ സാഹചര്യം കൂടുതൽ വഷളാവുകയാണ്. ഇത് ആരും വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഇതിനൊരു വഴി കാണുന്നത്? ശ്രീ മനു, നമ്മൾ മുമ്പും ഇത് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ പറയുമ്പോൾ മനുവിന് അത് ഓർക്കാൻ സാധിക്കും. ഒരു കാട്ടില് വലിയ ഒരു സിംഹം ഉണ്ടായിരുന്നു. അപ്പൊ സിംഹത്തിന്റെ ശല്യം കാരണം മറ്റു ചെറിയ ജീവജാലങ്ങൾക്കൊന്നും ജീവിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ
തീർത്ത് സഹികെട്ട് ഈ ചെറിയ ജീവജാലങ്ങളെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് ഈ സിംഹത്തെ ഒതുക്കിയ ഒരു കഥ ഞാൻ മുമ്പ് മനുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ രാജ്യത്ത് താങ്കൾ ചോദിച്ചതുപോലെ ഒരു കാലത്തും ഈ യുദ്ധത്തിന് അറുതി ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഓരോ രാജ്യത്തിന്റെയും ദേശീയ തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുവാൻ, എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുവാൻ ദേശീയ തലത്തിൽ സുപ്രീം കോടതിയുണ്ട്, അല്ലെങ്കിൽ പാർലമെന്ററി സംവിധാനങ്ങളുണ്ട്. പക്ഷേ ലോകം വേൾഡ് വൈഡ് വരുമ്പോൾ നമുക്ക് വേൾഡിൽ എന്തെങ്കിലും ഒരു അനീതി ഉണ്ടായാൽ നിയന്ത്രിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കിന്നില്ല. G8 രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഇതൊക്കെ പേരിന് പറയുന്നുവെങ്കിലും ആരെങ്കിലും ഒരു തെറ്റ് കാണിക്കും. നമ്മളൊക്കെ തന്നെ വിവിധ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ഈ സമൂഹത്തിലെല്ലാം സംഘടനകളുണ്ട്. ആ സംഘടനയിൽ ഒരു വിഷയം വന്നാൽ എന്താ ചെയ്യുന്നത്? ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചുകൊണ്ട് തീരുമാനം എടുക്കും. ആ തീരുമാനം കേൾക്കാൻ അതിനകത്തുള്ള പ്രശ്നക്കാർ തയ്യാറാകും. അങ്ങനെയാണല്ലോ ഒരു ജനാധിപത്യ സംവിധാനം. പക്ഷേ നമ്മൾ ലോകത്തിന്റെ പ്ലാറ്റ്ഫോം വരുമ്പോൾ അങ്ങനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനമില്ല. ലോക പോലീസ് ആര് പതിച്ചു കൊടുത്തു ഈ ചട്ടം? ഈ തിട്ടൂരം ആർക്കാണ് അമേരിക്കയ്ക്ക് പതിച്ചു കൊടുത്തത്? അവർ സ്വയം തീരുമാനിക്കുന്നു. ഈ നൂറുകണക്കിന് വരുന്ന രാഷ്ട്രങ്ങൾ ഇതൊക്കെ കേട്ട അടിമകളെ പോലെ കഴിയണം. ഇന്നും നമുക്ക് അതിന് ഒരു പോംവഴി കണ്ടെത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ചെറു രാജ്യങ്ങളെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. G8 എന്നോ ആഫ്രിക്കൻ രാജ്യമൊന്നും അല്ല, ഒരു വേൾഡ് വൈഡ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ഈ അമേരിക്കയെ പോലുള്ള അങ്ങേയറ്റം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, അവർക്ക് മനസാക്ഷിയില്ല, ആരോടും സ്നേഹമില്ല, സമ്പത്തിന് വേണ്ടി മാത്രം അവരെ ആയുധ കച്ചവടത്തിന് വേണ്ടി ലോക കമ്പോളത്ത് ആക്കി മാറ്റാനുള്ള ഈ തന്ത്രത്തെ നിയന്ത്രിക്കുവാൻ നമ്മുടെ രാജ്യങ്ങൾ ഇവരെ ഒന്നിച്ച് അടിക്കണമെന്നാ പറയും. സമാധാനം കാക്ഷിക്കുന്ന രാജ്യങ്ങൾ ഒന്നിക്കണം. ഇവരെ അമേരിക്കയുടെ ഈ തിട്ടൂരം പിടിച്ചു വാങ്ങുക. എന്നാൽ ചൈന വലിയ രാജ്യമാണല്ലോ, എന്താ ചൈന അങ്ങനെയുള്ള ശല്യം ചെയ്യുന്നില്ലല്ലോ? നമ്മൾ മനസ്സിലാക്കണ്ടേ. ചൈന അമേരിക്കയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സാമ്രാജ്യത്വ രാഷ്ട്രത്തെ പോലെ നമ്മൾ നിയന്ത്രിക്കാനുള്ള കരുത്തുള്ള രാജ്യമാണ് ചൈന. അല്ലെങ്കിൽ മറ്റു പലരും, റഷ്യക്ക് പണ്ട് ശക്തി ഉണ്ടായിരുന്നു, ഇപ്പൊ അത്രയില്ല. അപ്പോ ഈ അമേരിക്കയ്ക്ക് ഈ തിട്ടൂരം ആര് കൊടുത്തു? അമേരിക്കയെ നിയന്ത്രിക്കണം. എല്ലാവരോട് ചേർന്ന് അമേരിക്കയെ അടിച്ച് നിലംപരിശാക്കണം, എല്ലാ രാജ്യങ്ങളോട് ചേർന്ന് എന്നാ എനിക്ക് പറയാനുള്ളത്. എന്നാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവൂ. അമേരിക്കയെ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളെ തകർക്കാതെ ഈ ലോകത്തിന് ചൈനയെ ഒരുപക്ഷെ പുറത്തുനിന്നൊന്നും പക്ഷെ എനിക്കത്ര ബോധിക്കുന്നില്ല. കാരണം ടിബറ്റിലെ കഥ നമുക്കറിയാലോ. അവിടെ ചൈനീസ് അധിനിവേശം എത്ര ശക്തമാണ്, അവിടുത്തെ മനുഷ്യരിക്കുകയാണല്ലോ. അപ്പൊ ഇത് എല്ലാ ശക്തരും ഇത് ചെയ്യുകയാണ്. അപ്പൊ ഇത് അവരോടത് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. അങ്ങനെ ആരെങ്കിലും ലോക പോലീസ് കളിച്ചാൽ അവരെ എല്ലാം, ഇസ്രയേൽ ആയാലും ചൈന ആയാലും അമേരിക്ക ആയാലും രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്ന് സാമ്രാജ്യത്വം എന്നും നമുക്ക്, ഈ സാമ്രാജ്യത്വത്തിന്റെ പരിണിത ഫലമാണല്ലോ ഇത്. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, അത് നാളെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകട്ടെ, നമ്മൾ ഈ സാമ്രാജ്യത്വ ശക്തികളെ മെരുക്കാനായിട്ട് രാജ്യങ്ങൾ മുമ്പോട്ട് വരട്ടെ. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊരു കാര്യം പറയാറുണ്ട്, എന്താണ്, ഏത് വിശേഷം വന്നാലും കോഴിക്ക് കിടന്നിയാക്കലില്ലെന്ന് പറഞ്ഞ കണക്കാണ്. എവിടെ യുദ്ധം ഉണ്ടായാലും അതിന്റെ പരിണിത ഫലം, വിലക്കയറ്റം നമ്മൾ അനുഭവിക്കണം. അതിനൊരു മാർഗം എന്താണ്? നമുക്ക് നമ്മുടെ സർക്കാരുകൾക്ക് അത് ചെയ്യാം. ആനുപാതികമായിട്ട് വില കുറയ്ക്കണം, സാധനങ്ങൾ വില കുറയ്ക്കണം, എണ്ണയുടെ വില കുറയ്ക്കണം. ഇതൊക്കെ നമുക്ക് സർക്കാരിന് ചെയ്യാനൊക്കെ. അല്ലെ അമേരിക്കയൊക്കെ നേരെ ആക്കിയിട്ടൊന്നും നമ്മുടെ ഈ ക്രൈസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായി ആലോചിക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് 18,000 ഇന്ത്യൻ നാവികരാണ് ഗൾഫ് റീജിയനിൽ ഉള്ളതെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ഇപ്പോൾ അവർ പറയുന്നത്. നോക്കൂ, എത്ര വലിയൊരു സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ 562 ഇന്ത്യൻ കപ്പലുകളിൽ 562 പേർ ഇന്ത്യൻ കപ്പലുകളിലുണ്ട്. 329 പേർ പെർഷ്യൻ ഗൾഫ് റീജിയനിലും വെസ്റ്റേൺ ഹോർമൂസിൽ, 233 പേർ ഗൾഫ് ഓഫ് ഒമാനിൽ. അങ്ങനെ അതിൻ്റെ ഒരു വിശദമായ കണക്ക് ഈ ഇന്ത്യൻ വിദേശകാര്യ ഇന്ത്യൻ സർക്കാർ പുറത്തുവിടുകയാണ്. അപ്പോൾ അഡീഷണൽ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് പോർട്സാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 18,000-ഓളം ആളുകളാണ് കപ്പൽ ജീവനക്കാരായി നമുക്ക് ഗൾഫ് മേഖലയിൽ ഉള്ളത് എന്നാണ് മുകേഷ് മംഗാൾ പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷ ഇപ്പോഴൊരു വലിയ ആശങ്കയായി വരികയാണ്. ഇപ്പോൾ പല കെട്ടിടങ്ങളും ഇതൊക്കെ തകർന്നു കിടക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ രാജ്യം ഇനി എങ്ങനെ, ആ നാട് എങ്ങനെ തിരിച്ചു വരും എന്നതിൻ്റെയൊക്കെ ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. എന്നോടൊപ്പം ശ്രീ റഷീദ് കൊയിലാണ്ടി ചേരുകയാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, വലിയ ഒരു സംഘം നാവിക
പ്രവർത്തകർ അല്ലെങ്കിൽ കപ്പൽ ജീവനക്കാർ ഈ ഗൾഫ് റീജിയണിൽ ഉണ്ട്. അതിൽ 562 പേർ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ തന്നെയാണ്. അതിനിടയിൽ എന്നോട് ഗോമാതാജി ആക്രമിക്കപ്പെട്ടത് ഇന്ത്യൻ കപ്പലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു. 2 കപ്പലുകൾ പലാവ് ഫ്ലാഗ്ഡ് ആണ്, പിന്നെ മറ്റൊന്ന് ഇന്ത്യക്കാരാണ്, പക്ഷേ ഇതിലെല്ലാം ജീവനക്കാർ. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ രാഘവൻ നായർ എന്നോട് പറയുന്നത്, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഐ എം നോട്ട് ക്വാളിഫൈഡ് ടു സ്പീക്ക് ആസ് ടു ഹൂ ഈസ് responsible for West Asian conflict, but it is a joke that many people are speaking as experts on this subject. നമ്മൾ ശ്രീ രാഘവൻ നായർ അങ്ങയുടെ അത് എനിക്ക് മനസ്സിലായി. അതായത് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാത്ത നമ്മൾക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയാൻ അധികാരമുണ്ടോ എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ എണ്ണവില വർദ്ധിക്കുന്നു, നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾ ആക്രമിക്കപ്പെടുന്നു, അവരിൽ ചിലർ 3 പേർ മരിച്ചിരിക്കുന്നു, മറ്റാളുകളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വലിയ ആശങ്കയിലാണ്. ഇത് നമുക്ക് എക്സ്പെർട്ടൊന്നും ആകണ്ട ഇത് പങ്കുവയ്ക്കാൻ. ഈ കുടുംബങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും, അവരവരുടെ 18,000-ഓളം ആളുകളാണ് ഗൾഫ് മേഖലയിൽ ഈ നാവിക രംഗത്ത് ഉള്ളത്, അതായത് കപ്പലുകളിൽ ജീവനക്കാരായി ഉള്ളത്. ഇത്രയും പേരുടെ കുടുംബങ്ങൾ, അവരുടെ കുട്ടികൾ ഒക്കെ എന്താലോചിക്കും, എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പെർട്ട് ആകേണ്ട ഒരു നല്ല മനുഷ്യരായാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ മുറവിളികളാണ് ലോകം മാറ്റുന്നതിൽ നിർണായകമായിട്ടുള്ളത്. റഷീദ് കൊയിലാണ്ടി, അങ്ങേക്ക് പറയാം. മനു, ഈ പശ്ചിമേഷ്യ സംഘർഷം അയവ് വരുന്നു, അയഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. വീണ്ടും ഇതാ പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ മാത്രമല്ല, എന്റെ അനുജന്റെ മകൻ ഇന്നലെ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചു. അതെന്റെ അമ്മാവന്റെ മകനും എവിടുന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന്. പക്ഷെ അവർക്ക് നിശ്ചയ സ്ഥലത്തെത്താൻ കഴിഞ്ഞില്ല. അവരുടെ ഫ്ലൈറ്റ് ഉടനെ തന്നെ ദമാമിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും അവിടെ ലാൻഡ് ചെയ്തിരിക്കുക. അവരിപ്പോൾ അവിടെയാണുള്ളത്. അവർക്ക് വീണ്ടും കുവൈറ്റിലേക്ക് പോകാനുള്ള സജ്ജീകരണങ്ങൾ അവർ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിന്റെ നട്ടെല്ല്, സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്ന പ്രവാസികളാണ്. അവര് ആശങ്കയുടെ മുൻമുളയിലാണ്. അവരൊക്കെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ മനസ്സിലാകാതെ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇടപെടേണ്ട ഒരു സംഭവത്തിന് എന്തുകൊണ്ട് ലോക രാജ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ലോക ഭീതിതമായ സാഹചര്യമാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാലോ. അതിൽ നോക്കൂ, കെട്ടിടങ്ങൾ തകർന്ന സാഹചര്യം, മനുഷ്യർ നോക്കൂ. ഞാൻ ശ്രീ റഷീദ് കൊയിലാണ്ടി ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായി പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിൻ്റെ പുതിയ വീട് അദ്ദേഹം താമസം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നല്ലോ, ഈ പൊതുവേദിയിലൂടെ തന്നെയാണ് ക്ഷണിച്ച് ഞാൻ അവിടെ ചെല്ലുകയും അത് കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിലേക്ക് അങ്ങേക്കറിയാലോ ഒരു മരം വന്ന്, ഒരു പ്ലാവ് വന്ന് വീണിട്ടാണ് ആ വീട് തകർന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത അദ്ദേഹം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി. കാരണം TV കണ്ടുകൊണ്ട് ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരം വന്ന് ഈ വീട്ടിലേക്ക് വീഴുന്നത്. പിന്നീട് അവർ അവിടെ ഒരു ചെറിയ മുറിയിലേക്ക് താമസം മാറ്റി. അവർ ഈ വീട് നിർമ്മിക്കുന്നത് വരെ അച്ഛനും അമ്മയും 2 കുട്ടികളും ഒരു ചെറിയ മുറിയിലേക്ക് താമസം മാറ്റി ആ വീട് പ്രവർത്തിച്ച് അതാണ് ഇപ്പോൾ പൂർത്തിയായത്. അപ്പോൾ ഒരു മരം വന്ന് വീണാലുള്ള ആ ഒരു പ്രയാസം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഇവർ പരസ്പരം മിസൈൽ വർഷിക്കുകയാണ്. ഇസ്രായേലിലേക്കും ഇസ്രായേൽ അമേരിക്കയും കൂടി ഇറാനിലേക്കും മിസൈൽ വർഷിക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ എത്രമാത്രം ഭയപ്പെട്ടാണ് അവിടെ കഴിയുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി നോക്കിയാട്ടെ. അപ്പൊ അതൊന്നും നമുക്ക് ഓർക്കാവുന്നതിലും അപ്പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഘർഷം എന്തുകൊണ്ട് ലോക രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല? ഇതൊരു ചോദ്യം. ഇന്ത്യയും റഷ്യയും അമേരിക്കയും, ഇന്ത്യയും റഷ്യയും ചൈനയും ഒത്തുപിടിച്ചാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം ലോകരാജ്യങ്ങളിൽ ഞങ്ങളാണ് രാജാവ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്ന് മാത്രമല്ല, ഈ ക്രൂരത അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു സംഗതികളൊക്കെ ചെയ്തേ മതിയാവൂ. എങ്കിൽ മാത്രമേ മാനവരാശിക്കൊരു രക്ഷയുണ്ടാവുകയുള്ളൂ. ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നില്ലേ? ആധുനിക ലോകത്തല്ലേ നാം ചെയ്യുക? പഴയ പ്രാചീന കാലത്താണെങ്കിൽ മനുഷ്യരെ പരസ്പരം കൊന്നും കൊലവിളി നടത്തിയും ക്രൂരമായി നൃത്തമാടിയിരുന്ന ഒരു ജനതയിൽ നിന്ന് ആധുനിക മനുഷ്യൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ട്, എന്തുകൊണ്ട്
ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെയും ഈ പറഞ്ഞ പിന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അവന്റെ പേര് തന്നെ മറന്നു പോകുന്നുണ്ട്, നെതന്യാഹുവിനെ പിടിച്ചു കെട്ടാൻ എന്തുകൊണ്ട് ഇവരൊക്കെ ശ്രമിക്കുന്നില്ല? അവര് മാത്രമല്ലല്ലോ ലോകത്ത് ജീവിക്കണ്ടേ, എല്ലാവരും ജീവിക്കണ്ടേ ലോകത്ത്? ഞാൻ കയ്യെത്താത്ത ദൂരത്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെല്ലാം ആക്രമിക്കുന്നതാണോ? അതാണോ നീതി? അതാണോ ന്യായം? അതാണോ ശരി? അതൊന്നും ശരിവെച്ചു കൊടുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാവരുതല്ലോ. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇപ്പൊ നേരത്തെ എന്റെ സുഹൃത്ത് ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങളും, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അനീതിക്കെതിരെ, ഈ വൃത്തികേടിനെതിരെ, ഈ ക്രൂരതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. പ്രതികരിച്ചേ മതിയാവൂ. പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ കാലം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ലോകത്ത് മുഴുവനും പ്രയാസങ്ങൾ വരാൻ പോകുന്ന ഇത്തരം ചെയ്തികളിലെ അവരെ മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമാവില്ല. സാധ്യമാവണല്ലോ. അങ്ങനെയുള്ള ആലോചന ചർച്ചകളും ഒക്കെ വരണ്ടേ ലോകരാജ്യ നേതാക്കൾക്കിടയിൽ? യെസ്, അതാണ് വളരെ ശരിയാണ് ശ്രീ റഷീദ് കൊയിലാണ്ടിയുടെ ആ നിരീക്ഷണം. അപ്പം ഞാൻ ശ്രീ റഷീദ് കൊയിലാണ്ടിയുമായി പങ്കുവെച്ചതും ആ ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മരം പെട്ടെന്ന് വന്ന് വീടിൻ്റെ മുകളിലേക്ക് വീണപ്പോൾ അവർ എത്രമാത്രം ഭയന്നുപോയി. പിന്നീട് അവരുടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാൻ അവർ ഒരു വർഷത്തോളം മറ്റൊരു ചെറിയ വീട്ടിൽ ചെറിയൊരു മുറിയിൽ താമസിച്ച് ഈ വീട് കെട്ടി അത് പഠിക്കുന്ന കുട്ടികൾ, പ്രായപൂർത്തിയായ മകൾ, എല്ലാവരും കൂടെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ച്, ചെറിയ മുറിയിൽ താമസിച്ച് ആ വീട് പൂർത്തിയാക്കിയപ്പോൾ അവരുടെ സന്തോഷം കാണേണ്ടതായിരുന്നു. അപ്പോൾ ഒരു നിമിഷം കൊണ്ടൊരു മരത്തിന് തകർക്കാൻ കഴിയുന്നൊരു വീട് കെട്ടിപ്പൊക്കാൻ ഒരു മനുഷ്യനൊരു വർഷം എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് നമ്മൾ ഈ മിസൈലുകൾ മനുഷ്യജീവിതത്തെ ഇത്രമാത്രം ദുർബലമാക്കുന്നത്, മനുഷ്യജീവിതത്തെ ഇത്രമാത്രം കടന്നു കയറി ആക്രമിക്കുന്നത്. അപ്പോൾ എന്നോട് സദാശിവൻ നായർ പറയുന്നു, UN should take an amicable solution to settle issues with the support of all the countries except US, Iran and Israel എന്ന് പറയുന്നു. രാധാകൃഷ്ണൻ ചാത്തന്നൂരിനോട് ഗോപാലകൃഷ്ണൻ പിള്ളയ്ക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ രാഹുൽ ഗാന്ധി പുറം രാജ്യത്ത് പോയി ചെയ്യുന്നതും ഇതുതന്നെയാണ്, ഇവിടെ ജീവിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ കുറ്റം പറയുന്നു എന്ന് ഒരു പരാതിയുണ്ട്. അത് ആരാണെന്ന് നോക്കുമ്പോഴേക്കും അത് സുനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പങ്കജാക്ഷൻ നായർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ചുവന്ന പൂക്കൾ ഒക്കെ അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ചൈനയിൽ സർക്കാരിനെതിരെ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് എന്നോട് മുരളി ചോദിക്കുന്നു. അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നത് ജാംനഗറിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്. അതെ, ഹലോ. നേരത്തെ ഒരു ചങ്ങാതി അമേരിക്കൻ ഇമ്പീരിയലിസത്തിനെ പറ്റി പറഞ്ഞു. ഫൈൻ, വെൽ ആൻഡ് ഗുഡ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവര് ലോക പോലീസ് കളിക്കുന്നൊക്കെ. പക്ഷെ തിയോക്രസി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിന്റെ മലയാളം എന്താ? ഇറാനിൽ സംഭവിക്കുന്നേ. അപ്പൊ ഈ തിയോക്രസി മൂലമുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചിട്ട് ആർക്കും ഒരു ചിന്തയില്ലേ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ 1000 കിലോമീറ്റർ വെച്ച് അകലെ കിടക്കുന്നു ഇവിടുന്ന്, ഇറാനിൽ നിന്ന്. അപ്പൊ അന്ന് അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ, പർസ്യൂയിങ് മച്ച് മോർ ഡിഫിക്കൽട്ട് ഗോൾ, ദി കൊളാപ്സ് ഓഫ് ഇറാനിയൻ തിയോക്രാറ്റിക് ഗവൺമെന്റിനെ താഴെ ഇടുക. അത് നടന്നില്ല. അവിടെ വീണ്ടും തിയോക്രസി വളർത്തിവിട്ട് ഇവര് നടക്കുന്നുണ്ട്. എലിമിനേഷൻ ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയർ പ്രോഗ്രാം, അവിടെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇല്ലാതാകണ്ടേ? അതല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം വിട്ട് നാളെ എല്ലാവർക്കും ഭീഷണിയായി തീരും. ഇപ്പൊ ചൈനയെ പറ്റി പറഞ്ഞു. ചൈന ഇടപെടലും എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇന്ത്യ ഫുള്ളായിട്ട് ഇവർ രണ്ടുപേരും നടക്കാത്ത കാര്യങ്ങളാണത്. അവർ താങ്കൾ തന്നെ കയറി ഒരാളുടെ അടുത്ത് ഒരു സത്യം പറഞ്ഞു. ടിബറ്റിൽ അവർ കാണിച്ചത് എന്താന്ന്. ശക്തിയില്ലാത്ത ഒരു രാഷ്ട്രമായതുകൊണ്ട് അന്ന് എനിക്കത് മറക്കാൻ കഴിയാത്തൊരു കാര്യം. ഞാൻ സിക്കിമിലേക്ക് ചെന്ന് ഒരു തവണ പോയപ്പോ അവിടെ ഈ ടിബറ്റൻ റെഫ്യൂജീസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന്, അപ്പൊ ഞാനത് അവരെ എങ്ങനെ കൊണ്ട് അവർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവരിപ്പോഴും ചൈനയെ പേടിക്കുകയാണ്. ഇന്ത്യയിൽ റെഫ്യൂജീസ് ഇവിടെ നമ്മുടെ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ വരെ ഉണ്ട് ഇത് എന്നാണ് ടിബറ്റൻ കോളനികൾ. ഇവിടെ ജാംനഗറിൽ ഒരു വലിയ കൂട്ടർ തന്നെയുണ്ട്. സൗത്ത് ഇന്ത്യയിൽ അവർക്ക് സ്കോപ്പില്ല, ചൂട് കൂടിയതോടുകൂടി. ഇവിടെ കാലത്ത് ഭയങ്കര ടെമ്പറേച്ചർ വളരെ താഴുമല്ലോ. അവർ ടിബറ്റൻസിന്റെ എതിരെ അവരെന്തെങ്കിലും ഒരു ലക്ഷ്യം ഞങ്ങൾ സാധിക്കുന്നുള്ള രീതിയിലാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ ചൈന ഇന്ത്യയും കൂടി ചേരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കും ഇത് പ്രോബ്ലമായിട്ട് മാറും. അതല്ലേ? അല്ലെങ്കിൽ ചൈന മര്യാദയ്ക്ക് നല്ലൊരു രാഷ്ട്രമായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും എല്ലാവരും കൂടി യോജിക്കാമായിരുന്നു. അപ്പൊ ഇവരുടെ ഗവൺമെന്റ് തിയോക്രസി മാറ്റണം എന്നുള്ളത് ഒരു അത്യാവശ്യമാണ്.
എല്ലാ ഇത് വേറൊരു എല്ലാ കാ- ശക്തന്മാരും ഇതുപോലെ ഒന്നില്ലെങ്കിൽ മതരാജ്യം, അല്ലെങ്കിൽ ഇതുപോലെ ഏകാധിപത്യ രാജ്യം, അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയാകുക, ഇങ്ങനെ അവരവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉറപ്പിക്കുക അത്ര ആട്ടിപ്പായിക്കുക, തന്നെയുള്ളൂ. വെടിവെച്ച് അതിന് തകർക്കുക ഇപ്പൊ എന്നതാണ്. ഇപ്പൊ ഒരാൾ ഇവിടെ ചിലവരുണ്ട് ഇവിടെ മോഡിജി നമ്മുടെ പ്രധാനമന്ത്രി തലനാട്ടായിട്ട് ഉടനെ അമേരിക്ക കൊണ്ട് 2 ആറ്റം ബോംബ് ഇടണമെന്ന് പറഞ്ഞു. നടക്കുന്ന കാര്യമാണോ? കാരണം അമേരിക്കയായിട്ടൊക്കെ നമുക്ക് എന്തെല്ലാം റിലേഷൻസ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകളിൽ അവിടെ അമേരിക്കയിലെ സ്റ്റാർട്ടപ്പുകളിലെ നമ്പർ 1 ഇന്ത്യയാണ്. എത്ര 90 ബില്യന്റെ എന്തോ ഒരു കണക്ക് കാണിച്ചു. അതിനുശേഷം ഇസ്രായേലാണ്, അതിനുശേഷം ബ്രിട്ടനാണ്, ചൈന 4ാം സ്ഥാനത്താണ്. യെസ്, അപ്പൊ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ് ശ്രീ ഡേവിഡ് വിജയുടെ പിന്നെ പ്രതികരണത്തിനോട് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും ഊർജത്തിന്റെയും കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു 45 കിലോന്റെ യൂറിയ ബാഗിന് 3500 രൂപയാണ് ഇന്ത്യയിലെത്തുമ്പോൾ കോസ്റ്റ് ഗവൺമെന്റ്. അത് 350 രൂപയ്ക്കാണ് ഗവൺമെന്റ് സബ്സിഡി കർഷകർക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് 140 കോടി ജനം ഒന്നുണ്ടല്ലോ. നമ്മളുടെ ഭക്ഷ്യ സുരക്ഷ എന്തുമാതിരി ബാധിക്കുന്ന വിചാരം. ഇമ്മീഡിയറ്റ് ഇഫക്ട്സേ അവർ കാണുന്നുള്ളൂ, ലോങ് ടേം ഡിഫക്ട്സ് കാണുന്നില്ല. അപ്പോ അതും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ വളരെ കൃത്യവുമാണ്. അപ്പോൾ ഇതിൽ എന്നോട് ഗ്ലാഡിയേറ്റർ പറയുന്നത് എല്ലാറ്റിനും കാരണം ഹമാസിൻ്റെ റോക്കറ്റുകളാണ് എന്ന് പറയുന്നു. ഡേവിഡ് വിജയ് പറഞ്ഞ് ശരിയാണെന്ന് സുനിൽകുമാർ പറയുന്നു. ചൈനയിൽ സർക്കാരിനെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. സ്വീറ്റ് പർപ്പിൾ പ്ലംകിൻ എന്നോട് പറയുന്നത് ഡേവിഡ് വിജയ് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഡേവിഡ് വിജയ്ക്ക് നിറയെ പേർ പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നത് മനു യുവർ റിപ്ലൈ ടു മിസ്റ്റർ രാഘവൻ നായർ ഈസ് വെരി നൈസ് എന്നാണ്. അപ്പോൾ ഞാനതാ പറഞ്ഞു, സാധാരണക്കാരൻ്റെ ശബ്ദം അവൻ്റെ അനുഭവങ്ങളിൽ നിന്നതാണ്. ഈ ബുദ്ധിജീവികളുടേത് ഒരുപക്ഷെ അവരുടെ അറിവിൽ നിന്നായിരിക്കാം, അനുഭവങ്ങളിൽ നിന്നുള്ള ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്നതാണ് പൊതുവേ. ഇത് ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് വീണ്ടും മടങ്ങി വരാം. ഒരുപാട് ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ യെസ്, പൊതുവേദി തുടരുകയാണ്. എന്നോട് ചില പ്രേക്ഷകർ ചോദിച്ചിരുന്നു, ഈ മർച്ചൻറ്റ് ടാങ്കർ ജൽവീർ, ഇപ്പോൾ അമേരിക്ക ആക്രമിച്ച ഈ മർച്ചൻറ്റ് ടാങ്കർ ജൽവീർ ഏത് രാജ്യത്തിൻ്റെതാണെന്ന്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു. അത് ഗിനിയ ബിസൗ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലാണ്. 20 ഇന്ത്യൻ സെയിലേഴ്സ് അതിന് ഉള്ളിലുണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള, അവിടെ നിന്ന് മാറ്റിയെടുക്കാനുള്ള, അവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ, പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ഇന്ത്യ വളരെ ഔദ്യോഗികമായി തന്നെ ഈ കപ്പലുകൾ, ഇന്ത്യൻ നാവികരുള്ള കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതിനെ ശക്തമായ ഭാഷയിൽ
അപലപിക്കുന്നു. അത് സെറ്റിബെല്ലോ, അതുപോലെ മാരിവെക്സ്, ജൽവീർ എന്നീ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് അമേരിക്കൻ നാവികസേനയാണ് എന്ന കൃത്യമായ ആരോപണം ഇന്ത്യ ഉന്നയിക്കുന്നു. അതേസമയം US സെൻട്രൽ കമാൻഡ് സെൻകോം പറയുന്നത് സെറ്റിബെല്ലോയിലും മാരിവെക്സിലും അവർ ആക്രമണം നടത്തി. പക്ഷേ ഇതുവരെ ഈ ടാങ്കർ ജൽവീറിലേക്ക് ആക്രമണം നടത്തി അവരാണെന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും 13 ഇന്ത്യൻ കപ്പലുകൾ അവിടെയുണ്ട്, ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ട്. 1800-ലധികം ഇന്ത്യൻ സെയിലേഴ്സ്, അതായത് ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ പല കപ്പലുകളിലായി അവിടെ ഗൾഫ് റീജിയണിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇന്ത്യൻ കപ്പലുകളിലുള്ളത് 13 ഇന്ത്യൻ കപ്പലുകളിലായുള്ളത് 562 പേരാണ് എന്ന കണക്കുകൾ കൂടി ഇന്ത്യ പുറത്തുവിടുകയാണ്. അപ്പോൾ ഇത് വലിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഈ സെറ്റിബെല്ലോ എന്ന് പറയുന്നത് അമേരിക്ക ആക്രമിക്കുന്ന ഹോർമുസ് ബ്ലോക്കേഡിൽ ആക്രമിക്കുന്ന 8ാമത്തെ കപ്പലാണ്. 9ാമത്തെ കപ്പലിനും ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൂസി പാപ്പച്ചൻ എന്നോടൊപ്പം ചേരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ്. ശ്രീ സൂസി പാപ്പച്ചൻ, ഈ ഗ്യാസിൻ്റെയും എണ്ണയുടെയും ഒക്കെ വില കൂടുമെന്ന ആശങ്ക ശ്രീമതി സൂസി പാപ്പച്ചനെ ബാധിക്കുന്നുണ്ടോ? പിന്നെ അത് ബാധിക്കുന്നുണ്ട്. ഈ കുടുംബ അടുക്കള ബഡ്ജറ്റുകളെ താളം തെറ്റിക്കുമെന്നാണോ പേടിക്കേണ്ടത്? യുദ്ധം തുടങ്ങിയാൽ അത് പൊതുവെ എല്ലാ പാവങ്ങൾക്കും, അത് ഇടത്തരക്കാർക്കും എല്ലാവർക്കും ഇതൊരു ബാധകമായിരിക്കും. പിന്നെ ഇത് നമുക്ക് പിന്നെ ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാവും. അതാണ് യുദ്ധം. മനുഷ്യൻ എത്രയോ കാലം കൊണ്ട് പ്രയത്നം കൊണ്ട് നിർമ്മിച്ചതെല്ലാം തകർക്കുന്ന ഒരു ക്രൂരമായ വിനോദമാണ് അല്ലേ? അത് അവര് മനുഷ്യന് ഇപ്പൊ എന്തു ആവും, അവനൊക്കെ ഈ ഡംബെന്ന് പറയുന്ന ആള് അമേരിക്കയൊക്കെ ഇച്ചിരി അഹങ്കാരത്തിലായി പോയി അവര്. ഇതിനൊക്കെ ഒരു അതിർത്തി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനാവോ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊന്നും. ഇതിന്റെ സങ്കല്പം യുദ്ധമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയും, ഈ കാലം കടന്നു കഴിഞ്ഞു, ഇത് കാലത്തിന്റെ പോക്കാണ്, ഇത് ആർക്കും ക്ഷമയില്ല. മനുഷ്യൻ തന്നെ അവിടെ ഇവിടെ ഇനിയിപ്പം മുഴുവൻ പട്ടിണിയാവും. ഇതൊക്കെ നമുക്ക് അറിഞ്ഞ് നമ്മള് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവൂല. ഞാൻ തന്നെ വലുതാണോ, ഞാനാണ് വലുതാണോ നമ്മുടെ രാജ്യങ്ങൾക്ക്. പിന്നെ നമ്മുടെ രാജ്യത്തിൽ തന്നെ നമുക്ക് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇത്. ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കൃത്യമാണ്. അപ്പോൾ മറ്റു പ്രേക്ഷകരുള്ളതുകൊണ്ട് നന്ദി ശ്രീമതി സൂസി പാപ്പച്ചൻ. അപ്പോൾ കേരളത്തിൽ ആയിരക്കണക്കിന് ബംഗ്ലാദേശികളിൽ നിന്ന് റിപ്പോർട്ട്, കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു. അവർക്ക് ആധാർ, റേഷൻ കാർഡ്, പാൻ കാർഡൊക്കെ ഉണ്ട്. പൈസ വാങ്ങി ഇതൊക്കെ ആരാണ് വ്യാജമായി ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറയുന്നു. രാഘവൻ നായർ എന്നോട് പറയുന്നു, ഇറാൻ എക്സിക്യൂട്ടഡ് 30,000 of peoples of its own country for speaking against them എന്നാണ് പറയുന്നത്. അത് ആ രാജ്യത്ത് ഇങ്ങനെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ സ്വഭാവമുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളിലൊക്കെ ഇത്തരം ക്രൂരതകൾ ഉണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ ഒരുപക്ഷെ യുദ്ധങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കേരളത്തിൽ നിന്ന് പോയ ബംഗാളികൾ തിരിച്ചു വരുന്നില്ല. 1100 രൂപ കിട്ടും. അപ്പോൾ ഗൾഫിൽ കെട്ടിടം പണിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇതാണ്, ഇവിടെ ജോലി ചെയ്യുന്നതാണെന്നൊക്കെ ഉള്ള ശക്തിമാൻ പറയുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഭീകരവാദങ്ങളും മതരാജ്യങ്ങളും പ്രബോധനവും നിർത്തിയാൽ ഈ യുദ്ധങ്ങൾ അവസാനിക്കുമെന്ന് എന്നോട് കൃഷ്ണദാസ് പറയുന്നു. ഡേവിഡ് വിജയെ നമ്മുടെ ആളുകൾ പുഴുത്തിക്കൊണ്ടേയിരിക്കുന്നു. മുരളീധരൻ MN ആണ് ഡേവിഡ് വിജയുടെ കാര്യമാത്ര പ്രസക്തമായ പ്രതികരണം എന്ന് പറയുന്നത്. ഇന്ത്യൻ നാവികരെ പൈശാചികമായി കൊന്ന അമേരിക്കയെ ബഹിഷ്കരിക്കണമെന്ന് ശ്രീ ഷാജി എന്നോട് പറയുന്നു. ഗൗതമിൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചില്ലെന്ന് എന്തൊരു പരാതി കണ്ടു. ഞാനത് വായിക്കാത്തതല്ല ഗൗതം. അവിടെ 2 പേർ കിടന്ന് ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം നോക്കാതിരുന്നതാണ്. അപ്പോൾ ചന്ദ്രബാബു എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രബാബു കൈനഗിരിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ചന്ദ്രബാബു, ഞാൻ ചന്ദ്രബാബുവിലേക്ക് വരാം. ബിനോയ് കൂടി എന്നോടൊപ്പം ചേരുന്നു. ബിനോയ്ക്ക് ധാരാളം സുഹൃത്തുക്കൾ ഈ പശ്ചിമേഷ്യയിലൊക്കെ ഉണ്ട്. അവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഒപ്പം ഈ പെട്രോൾ ഇന്ധന വില ഇനിയും ഒരാഘാതമായി നമുക്ക് മുകളിലേക്ക് വർധന വരാൻ സാധ്യതയുണ്ടോ? എന്താണ് ശ്രീ ബിനോയ് ഇത് സംബന്ധിച്ച് കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം. നമ്മളുടെ ഇന്ത്യക്കാരായ 3 പേര് മരണപ്പെട്ടതിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതിനകത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്
ഒരു യുദ്ധക്കൊതിയനാണ്. അദ്ദേഹത്തിന് ലോകത്തെമ്പാടും നമ്മൾ ബഹിഷ്കരിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യ അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞ്. ഞാൻ അമേരിക്കയെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ പ്രസിഡന്റിനെ ബഹിഷ്കരിക്കണം. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാനും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആള് തന്നെയാണ്. പക്ഷെ ക്രൂഡ് ഓയിലിന്റെ വില മാറുന്നതിനനുസരിച്ച് ഇവിടെ മാത്രമല്ല ലോകത്താകമാനം അതിന്റെ ഒരു വില വ്യത്യാസവും ജീവിത നിലവാരവും മാറേണ്ടി വരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ അമേരിക്ക തന്നെയാണ്, അല്ലെങ്കിൽ ട്രംപ് തന്നെയാണ്. ഇതിലൊരു പ്രതിവിധി ലോകരാജ്യങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ ബഹിഷ്കരിക്കണം. ഇതാണ് ഇപ്പോഴുള്ള ഒരു നിലപാട്. പക്ഷെ നമ്മളുടെ ഒന്നും അറിയാത്ത 3 ഇന്ത്യക്കാരെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ ആ കപ്പലിലുള്ള ഉദ്യോഗസ്ഥർ ആരാന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. വെറുതെ പാവങ്ങളായ ഇന്ത്യക്കാരെ എന്തിനാണ് ഉമാര് കൊല്ലുന്നത്? നമ്മൾ ലോകത്ത് എല്ലാ സ്ഥലത്തും സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്തെ ഒരു പൗരനെ കൊല്ലുക, അവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയെ ഉറപ്പായിട്ട് ശക്തമായി ബഹിഷ്കരിക്കണം. നമ്മളുടെ ഈ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ അവരെ വിളിച്ചു വരുത്തിയാൽ പോരാ, ട്രംപിനെതിരെ ശക്തമായ നിലപാട് നമ്മൾ എടുക്കണം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടുള്ളത്. അല്ലാതെ നമ്മളിങ്ങനെ കൂടി വെറുതെയൊക്കെ വിട്ടിട്ട് കാര്യമില്ല. ട്രംപിനെ കൃത്യമായി ബഹിഷ്കരിക്കണം. അമേരിക്കൻ ഉൽപ്പന്നങ്ങളും നമ്മൾ ബഹിഷ്കരിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ നാട്ടിലെ അടുക്കളകളിൽ പോലും ഈ യുദ്ധം ബാധിക്കുന്നുണ്ട്. വ്യക്തമാണ്. അപ്പോൾ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ കൃത്യമാണ് ബിനോയുടെ പ്രതികരണം. അപ്പോൾ എന്നോട് ഷാജി ചോദിക്കുന്നത്, മനുവിന് സുഖമാണ്, നമ്മുടെ ദീപുവിനെ കാണാൻ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇതുപോലെയൊക്കെയുള്ള വളരെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിർണായകമായ രാഷ്ട്രീയ വിശകലനമൊക്കെ ആവശ്യമുള്ള ഘട്ടത്തിൽ വരേണ്ട ആളാണ് ദീപു. ഒരുപക്ഷെ ദീപു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ഇപ്പോൾ അവധി, ഞായറാഴ്ച മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞായറാഴ്ചയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപക്ഷെ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തതൊക്കെ ആയിരിക്കാം. പക്ഷെ സാധാരണ ദീപുവിന് അങ്ങനെ വിളിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഗൗതം എന്നെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയെന്ന അർത്ഥത്തിൽ എന്നോട് അംഗീകാരം എന്ന നിലയിൽ കൈയൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 70 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയതൊക്കെ ഒരു ട്രസ്റ്റ് ഞാനും അപ്പനും പെങ്ങളും സമുദ്രയും മാത്രമാണെന്ന് സുനിൽകുമാർ പരിഹസിക്കുന്നുണ്ട്. അതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 70 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയതെല്ലാം മോദി വിറ്റുതുളച്ചു എന്ന് ഒരു ആക്ഷേപം ജയകുമാർ നടത്തിയതുകൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഡേവിഡ് വിജയെ ചിലരൊക്കെ വീണ്ടും പ്രശംസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ വരാം. സുനിൽകുമാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി അല്ലേ, കൺഗ്രാജുലേഷൻസ്. ആ വീട്ടിൽ പോയി എന്ന് മാത്രമല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൽ പോയതിൻ്റെ ഒരു സന്തോഷമുണ്ടായത്. കാരണം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പ്രയത്നം സഫലീകരിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷത്തിൽ. ചന്ദ്രബാബു, അങ്ങേക്ക് ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് തോന്നുന്നു ചന്ദ്രബാബുവിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. ഏതായാലും നമ്മൾ ഇന്ധനവില വർദ്ധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്ക് മുന്നിലുണ്ടായിരുന്നു. ഏതായാലും യുദ്ധത്തിൽ സത്യത്തിൽ ആരും ജയിക്കുന്നില്ല. പക്ഷേ സമാധാനത്തിൽ ജയിക്കുന്നത് മനുഷ്യർ ആണ്, മാനവരാശിയാണ്. നയതന്ത്രത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായും അടയ്ക്കുന്നതിന് മുമ്പ് സംഭാഷണത്തിൻ്റെയും ഒത്തുതീർപ്പിൻ്റെയും വഴികൾ തുറക്കേണ്ടതാണ്. വിശ്വാസത്തോടെ ഇരുപക്ഷവും ഒന്നിച്ചു നിന്ന് ആ ബന്ധങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ സമാധാനത്തിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം. ചർച്ചകൾ ഒക്കെ ഒരു പാലമാകാൻ നമുക്ക് കഴിയണം. ചരിത്രം യുദ്ധങ്ങളെ രേഖപ്പെടുത്തും, എന്നാൽ മനുഷ്യരാശി ഓർക്കുക സമാധാനം തിരികെ കൊണ്ടുവന്നവരെ മാത്രമാണ്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.